നമ്മളിപ്പോൾ ഉള്ളത് വയനാട് മേപ്പാടിക്കുള്ള തുരങ്കത്തിന്റെ അവിടെയാണ് കേട്ടോ. തുരങ്കം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ മേപ്പാടിക്കാണ് കേട്ടോ ഈ തുരങ്കം എത്തുന്നത്. അപ്പോൾ ആനക്കാമ്പയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കല്ലാടി വഴി മേപ്പാടിക്ക് എത്തുന്ന രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം കേട്ടോ. അപ്പോൾ ഇരുവഴിഞ്ഞിപ്പുഴന്റെ കുറുകെ ഒരു പാലം കെട്ടി പിന്നീടാണ് തുരങ്കം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ റോഡ് നേരെ പോകുന്ന ഇരുവഴിഞ്ഞിപ്പുഴയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടൊക്കെ കല്ലിട്ടച്ച് തരംഗപാത, വയനാട്ടിലുള്ള തരംഗപാത അത് വരുന്നത്. അപ്പോൾ പാലം വരുന്നത് അതിലിങ്ങനെ പാലം വരിക. അതൊക്കെ തൽക്കാലം ഇവിടുത്തെ പണികളൊക്കെ നടക്കാനും വേണ്ടിയിട്ട് റോഡാണ്. പിന്നെ പറയുമ്പോൾ ഇവിടെ കണ്ടില്ല ഫുള്ളായിട്ട് മൊത്തം റോഡൊക്കെ ഇങ്ങനെ കല്ലും ഒക്കെ ഇട്ടാണ്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ആദ്യം കുറേ മുമ്പ് തന്നെ ഇവിടെ പാലത്തിൻ്റെ പദ്ധതിയൊക്കെ വന്നേ കേട്ടോ. അപ്പോൾ അതിൻ്റെ ശേഷിപ്പുകളാണിത്. നമ്മളിവിടേക്ക് വന്നപ്പോൾ കുറച്ച് ഇരുട്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്തത് കേട്ടോ. തുരങ്കത്തിൻ്റെ അങ്ങോട്ട് പോകാനും വേണ്ടി ഇവിടെയുള്ള കൂറ്റൻ പാറകൾ പൊട്ടിച്ചതിൻ്റെ ശേഷിപ്പുകളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പദ്ധതി വന്നാൽ വയനാട്ടിലുള്ളവർക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഈ കാണുന്ന ഒരു വീടുണ്ടല്ലോ നേരെ കാണുന്നത്, അതിൻ്റെ അപ്പുറത്ത് നിന്നാണ് കേട്ടോ തുരങ്കം വരുന്നത്.